ശ്രീനാരായണ പരമഗുരവേ നമഃ. യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശകാനി ധാത്രേ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം യോഗദർശനത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് പരിചയപ്പെടാനായിട്ട് എടുത്തത്. ഇപ്പോൾ മനസ്സിൻ്റെ നിരോധം അല്ലേ, മനോനിരോധ രൂപോയം സയോഗ എന്ന് ഗുരു പറഞ്ഞു. ഇപ്പം മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ സാമാന്യമായിട്ട് വിശകലനം ചെയ്തു. അപ്പോൾ യോഗം, അപ്പോൾ അത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നതും കൂടിച്ചേരുന്നതും, മനസ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതെ ആകുക, അതിനെ അറിവ് ഉപയോഗിച്ച് ഇല്ലാതാക്കുക, അതാണ് വഴി. അതല്ലാതെ ഒരിക്കലും അതിനെ അടിച്ചമർത്തി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയാകില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മനസ്സിൻ്റെ ആ നിരോധം യോഗം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോഴോ, ന ദ്രഷ്ട ദർശനം ദൃശ്യം വിദ്യതേ യത്ര തത്ര ഹൃദ് യോജയേത് വാസനായാവത് യോഗോയം ഇതി യോഗവിദ്. ഇവിടെ പറയുന്നു, യത്ര എവിടെയാണോ ദ്രഷ്ട ദർശനം ദൃശ്യം ച, ദ്രഷ്ടാവും ദർശനവും ദൃശ്യവും ഇല്ലാത്തത്, ന വിദ്യതേ ഇല്ലാതിരിക്കുന്നത്, തത്ര അവിടെ, ഹൃത് ഹൃദയത്തെ, യാവത് വാസന വാസന ഉള്ളിടത്തോളം സമയം, യോജയേത് യോജിപ്പിച്ചിരിക്കണം, അതിനെ കൂട്ടിച്ചേർക്കണം, സ അയം യോഗ, അപ്പോൾ ഇതാണ് യോഗം, ഇതി യോഗവിദ്, ഇപ്രകാരമാണ് യോഗത്തിൻ്റെ രഹസ്യമറിഞ്ഞവർ പറയുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണോ ദൃഷ്ടാവും ദൃശ്യവും ദർശനവും ഒക്കെ ഇല്ലാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ശരിക്കും നമ്മളിതിനെ ഒന്ന് നോക്കുമ്പോൾ അദ്വൈത വേദാന്തം ജ്ഞാനം, ആ ജ്ഞാന ദർശനത്തിൽ മഹർഷിമാർ പറയുന്ന രീതിയിൽ ഉള്ള ഒരു അനുഭവം ആണ് ഉള്ളത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ യോഗദർശനം പൊതുവെ നമ്മൾ ദ്വൈത ദർശനമായിട്ട് കണക്ക് കൂട്ടാനായിട്ട് കാരണം? അത് നമ്മൾ ഈ സന്ദർഭത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യമറിയാതെ ആളുകൾ പല അനുഭവങ്ങൾക്കും വേണ്ടി പരക്കം പായുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ യോഗദർശനത്തിൽ തന്നെ സമാധിയെക്കുറിച്ച്, അതുപോലെ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരൊക്കെ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഈ തലങ്ങളിലേക്ക്
വരാൻ വേണ്ടിയിട്ടൊക്കെ പാടുപെടുന്നവരാണ്. അവർക്ക് പക്ഷേ ഈ രീതിയിലുള്ളൊരു തെളിച്ചത്തോടു കൂടിയുള്ള ഒരു സമീപനമില്ല. അതുകൊണ്ടാണ് സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി ഇതിനൊക്കെ ഈ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ. ഇവിടെ ഗുരു പറയുന്നു എന്താണ്? ദ്രഷ്ടാവും ദർശനവും ദൃശ്യവും ഇല്ലാതെ ഇരിക്കുന്ന ഏതൊരു സ്ഥലമാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊന്നാണോ ഉള്ളത്, അത് ആ ഒരു ഒന്നിലേക്ക് ഹൃദയത്തെ യോജിപ്പിച്ച് നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൃദയം എന്നുള്ളതും ഈ പറഞ്ഞ പോലെയാണ്. നമ്മുടെ ഒരു ഫിസിക്കൽ അല്ലേ, നമ്മുടെ ഈ ആരോഗ്യരംഗത്ത് ഡോക്ടർമാരുടെയൊക്കെ കൺസെപ്റ്റിലുള്ള ഒരു ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഇടതുഭാഗത്ത് പമ്പ് ചെയ്യുന്ന, രക്തത്തെ പമ്പ് ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഉപകരണമാണ്. അതിന് യാതൊരു റെസ്റ്റുമില്ലാതെ നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്തും അതിങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് 120 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും ഈ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കണം. അതിന് യാതൊരു റെസ്റ്റുമില്ല. ഉറക്കത്തിലും റെസ്റ്റില്ല, വർക്ക് ചെയ്യുമ്പോഴും റെസ്റ്റില്ല, ഒന്നുമില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം. അതിനെയാണ് ഡോക്ടർമാർ വൈദ്യശാസ്ത്രം ഹൃദയം എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് സാഹിത്യരംഗം അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ വിചാരങ്ങളെല്ലാം എവിടെയാണോ ഇരിക്കുന്നത് അതിനെയാണ്. ആധ്യാത്മിക ലോകത്ത് ഹൃദയം എന്ന് പറയുമ്പോൾ ഈ ഉപകരണത്തെ അല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ സത്തായിരിക്കുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഗീതയൊക്കെ പറയും. ഹൃദ്ദേശം, ഹൃദയത്തിൻ്റെ അവിടെയാണ്, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ശരീരം കീറി മുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ആ ഹൃദയത്തിൻ്റെ ഇടിപ്പ് വെച്ചിട്ട് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പമ്പ് ചെയ്താൽ അത് കുറച്ച് സമയമൊക്കെ അങ്ങനെ പമ്പ് ചെയ്യും, പക്ഷെ അതിന് യാതൊരുവിധ സത്തയും ഉണ്ടാകില്ല, യാതൊരു ഫീലിംഗ് ഉണ്ടാവില്ല, മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ അത് കഴിയില്ല. അങ്ങനെയൊക്കെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഹൃദയം. ഈ ഹൃദയം എന്നുള്ള വാക്ക് നമ്മൾ പല സന്ദർഭങ്ങളിലും പല അർത്ഥത്തിലുമാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ പറയുന്നു, ഈ ഹൃദയത്തെ നമ്മൾ എത്ര കാലമാണോ നമ്മൾക്ക് വാസനകളുള്ളത് അതുവരെ ഈ സത്തിനോട് ചേർത്ത് നിർത്തണം. അതായത് ദൃഷ്ടാവും ദൃശ്യവും ദർശനവും ഇല്ലാതിരിക്കുന്ന അതിനോട് ചേർത്ത് നിർത്തണം എന്ന് പറയാണ്. രാജയോഗ പ്രകാരം അല്ലെങ്കിൽ യോഗികളെന്ന് അഭിമാനിക്കുന്ന ആളുകളോ അവർക്ക് ഈ ദൃഷ്ടാവായിട്ട് നിൽക്കുന്നതിനെ ദൃശ്യമായിട്ട് കാണണമെന്നുള്ള ആഗ്രഹം, അതാണ് അവരുടെ അനുഭവം എന്ന് അവർ പറയുന്നത്. നിർവികൽപ്പമായിട്ടുള്ള അനുഭവം, നിർവികൽപ്പ സമാധി. അപ്പോൾ എവിടെയാണോ ഈ തൻ്റെ സ്വരൂപം ഇരിക്കുന്നത് എന്നുള്ള അന്വേഷണം ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, കാരണം അനുഭവം എന്നുള്ളതൊക്കെ ദൃശ്യത്തിലാണ്. അത് എത്ര സൂക്ഷ്മമായിട്ടുള്ളതായാലും അദൃശ്യമാണ്. ഇതിനെല്ലാം, ഈ മാറ്റങ്ങളെല്ലാം
കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊന്നാണോ ചലനമില്ലാത്തത്, എല്ലാ ചലനങ്ങൾക്കും സാക്ഷിയായിട്ട് ചലനമില്ലാതിരിക്കുന്ന ആ സത്ത്, അതിനെയാണ് ശരിക്കും അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് യോഗം. അതാണ് ശരിക്കും ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നത്. ഇപ്പോൾ വാസന ഉള്ളിടത്തോളം കാലം എന്ന് പറയുന്നുണ്ട്, യാവത് വാസന അല്ലേ വിദ്യതേ, യാവത് വാസന, ഈ വാസന. അപ്പോൾ വാസന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്മെല്ലല്ല. ഈ വാസന നദിയിൽ എൻ മതിവഞ്ചി തെറ്റിപ്പോവാതെ എന്ന് നമ്മളുടെ ബോധാനന്ദ സ്വാമിയൊക്കെ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ഈ വാസനാ നദിയിൽ, ഇവിടെ വാസന നമുക്ക് അടുത്ത ജന്മങ്ങളിലേക്ക് വേണ്ടുന്ന വിത്തുകളാണ്. നമുക്ക് അടുത്ത ജന്മം ഇനിയും വേണം. കാരണം ഈ ജന്മത്തിൽ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതവിടെ ഒരു വിത്തായിട്ട് കിടക്കുകയാണ്. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മരിക്കാൻ കിടക്കുമ്പോഴും അവർക്ക് ഭക്ഷണം കഴിക്കണം, അതും പ്രത്യേക രീതിയിലുള്ള, ഇപ്പോൾ മത്സ്യമാംസാദികളോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്തൊക്കെയാണോ, മദ്യമോ അതുപോലെ പിസ്തയോ, എത്രയോ വെറൈറ്റി ഫുഡാണുള്ളത്. ഇപ്പോൾ മോഡേൺ ഇതിൽ പോകുന്ന ആളുകൾക്കെല്ലാം ആ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും അവർ കിടക്കുന്നത്. സാധാരണ ആളുകൾക്ക് അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ആഗ്രഹങ്ങളെല്ലാം വാസനാരൂപത്തിൽ ഇവിടെ കിടക്കുകയാണ്. ഇപ്പം എന്ത് പറ്റുന്നു? കാരണശരീരം, സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ടുള്ള 3 ശരീരങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ സ്ഥൂല ശരീരത്തെയാണ് നമ്മൾ കാണുന്നത്, സൂക്ഷ്മ ശരീരത്തെ നമ്മൾ കാണുന്നില്ല, കാരണശരീരത്തെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ശരീരം ഒരു ഉടുപ്പ് മാത്രമാണ് എന്ന് ഗീതയിലും ഉപനിഷത്തിലും അതുപോലെ എല്ലാത്തിലും പറയുന്നുണ്ട്. വാസാംസി ജീർണാനി യഥാവിഹായ. അപ്പോൾ ഈ കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം നമ്മൾ മാറ്റി വേറൊരു വസ്ത്രം ഉപയോഗിക്കുന്ന പോലെയുള്ളൂ ഈ ജീവന് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ജീവൻ എടുക്കുന്ന ഒന്നാണ് ഈ ഒരു ശരീരം, സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരം വെച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ കർമ്മങ്ങൾ സഞ്ചിതമായിട്ടും ഒക്കെ നമ്മൾ ചെയ്തു കൂട്ടും. അത് അറിവില്ലായ്മ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊരു അവബോധമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്, അജ്ഞാനം കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാസനകൾ എത്ര നാളാണോ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ യോഗത്തെ ശരിക്കും ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ നിരന്തരമായിട്ടുള്ള, ഗുരുവിൻ്റെ വേറൊരു സന്ദർഭത്തിൽ ജ്ഞാനത്തെക്കുറിച്ചുള്ള ആ ഭാഗത്ത് പറയുന്നത് എന്താണ്? ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായിരിക്കുക. ഇവിടെയും അതിനെ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നു യോജയേത്, അതിനെ യോജിപ്പിക്കണം ഈ സത്തുമായിട്ട്. നിരന്തരമായിട്ട് ഇതിനെ ഈ ഒരു വിചാരത്തോടു കൂടി കൊണ്ടുവരുമ്പോഴാണ് ആ പ്രക്രിയയാണ് ധ്യാനം എന്ന് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ തമിഴിൽ വാസന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചന്ദനത്തിരി ഒക്കെയാണ് വാസന എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അതായത്
ഭാര്യയും ഭർത്താവും അവർ തമിഴ് ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പൂജയ്ക്കൊക്കെ അവർക്ക് ഈ ചന്ദനത്തിരി ഇവിടെയും നമുക്ക് ആവശ്യമുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും അവർ ഇതൊക്കെ വാങ്ങിച്ചു വെക്കും, വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ കത്തിക്കും. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, വാസന ആയിപ്പോയി, വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ വാസന ആയിപ്പോയി എന്ന് പറഞ്ഞാൽ വാസന ആ ചന്ദനത്തിരി ആ കത്തിക്കുന്ന ഇത് തീർന്നുപോയി, അതുകൊണ്ട് നിങ്ങളത് പോയി വാങ്ങിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം ഭർത്താവ് അതിനെടുത്ത അർത്ഥം ചന്ദനത്തിരി എന്നല്ല, അദ്ദേഹം ഈ ഒരു അർത്ഥമാണ് എടുത്തത്, വാസന, സംസ്കൃതത്തിലുള്ള വാസന, ആ അർത്ഥമാണ് എടുത്തത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു, കാരണം വാസന ആയിപ്പോയി, വാസന മുടിഞ്ഞു പോച്ചു, അതോടുകൂടി കത്തി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ താൻ വാസനാരഹിതനാണ് എന്നുള്ളൊരു ഓർമ്മ പുതുക്കലായിട്ട് ഭാര്യ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ എടുത്തു. അദ്ദേഹം പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. പിന്നെ ആൾ തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ എല്ലാവരും ഇതിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും 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 ഇങ്ങനെ കിടന്ന് കുഴയുക. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായി, ഭാര്യയാണ് അതിന് കാരണക്കാരത്തി. അവർ തിരിച്ചറിവുണ്ടാക്കി കൊടുത്തത്. അങ്ങനെ നമ്മൾ ബൈബിളിലും അതുപോലെ ഒരു സന്ദർഭം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ മോശമായിട്ട് ജീവിച്ചിരുന്നൊരു വ്യക്തി ദിവസം ബൈബിൾ വായിക്കും. അവിടെ ഒരു ദിവസം ഈ ബൈബിൾ വായിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയാണ്. ഒരു വാക്യത്തിൻ്റെ അടുത്ത് ഒരു പ്രാണി ഇരിക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോഴാണ് നീ ചെയ്ത പാപങ്ങളെല്ലാം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, അതെല്ലാം ഞാൻ പുറത്തിരിക്കുന്നു എന്ന് ആശയം വരുന്ന ഒരു വാക്യം. അദ്ദേഹം പിന്നീട് പുണ്യവാളനായി മാറി. പക്ഷെ എത്രയോ പ്രാവശ്യം അദ്ദേഹം ഇത് വായിച്ചിട്ടുണ്ട്. അന്നൊന്നും അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷെ ഒരു ചെറിയൊരു പ്രാണി ആ ബൈബിളിൻ്റെ ആ വാക്യത്തിൽ വന്നിരുന്നപ്പോഴാണ് ശ്രദ്ധ വന്നത്. ഇതുപോലെയാണ് നമ്മളിൽ ഓരോരുത്തരിലും. ഏത് സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു പരിവർത്തനം, ഒരു അവൈക്കനിങ്, ഒരു ഉണർവ്, സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പറയാം, റിയലൈസേഷൻ. ഇപ്പം നമ്മൾ റിയലൈസ് ചെയ്യുകയാണ്, തിരിച്ചറിയുകയാണ്, പുതുതായിട്ട് കണ്ടുപിടിക്കുകയല്ല. നമ്മുടെ യഥാർത്ഥ ഭാവത്തെ, സത്തയെ തിരിച്ചറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതുതായിട്ടൊരു കണ്ടുപിടുത്തം അവിടെ ഇല്ല. പക്ഷെ ആളുകളുടെയൊക്കെ വിചാരം എന്തോ പുതുതായിട്ട് നമ്മളെന്തോ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യോഗദർശനത്തിനകത്തും പതഞ്ജലി മഹർഷിയുടെ ആ യോഗദർശനത്തിൽ നമ്മൾ പോകുമ്പോഴും അതിനെ മനസ്സിലാക്കുന്ന ആളുകളും എന്തോ ഒരു പുതിയ ഒന്നിനെ കണ്ടെത്താനും സാക്ഷാത്കരിക്കാനും അതിനെ അനുഭവിക്കാനും വേണ്ടിയുള്ള വെപ്രാളമാണ്. അപ്പോൾ അത് അങ്ങനെയല്ലെന്നാണ് ഗുരു പറയുന്നത്. ആ ഒരു തെറ്റായിട്ടുള്ള രീതിയെ മാറ്റിയെടുക്കുക, നിരന്തരമായിട്ട് ഈ വിചാരം, ആ യഥാർത്ഥത്തിലുള്ള ആ കൂട്ടി യോജിപ്പിക്കൽ ഏതൊരു അദൃശ്യമായിട്ടുള്ള ശക്തിയാണ് കൂട്ടി യോജിപ്പിക്കുന്നത്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് സാധന ചെയ്യുന്നത്. അപ്പോൾ ഈ വാസനയെക്കുറിച്ചും അതുപോലെ ദ്രഷ്ടാവിനെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും ദൃശ്യത്തെക്കുറിച്ചും ഒക്കെ ഈ ഇടതടവില്ലാതെ ഇവരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ മായയിൽ, അവിചാരദശയിൽ
ആണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. അതിനെ മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു പ്രക്രിയ, അതിന് ഇപ്പോൾ യോഗദർശനത്തിൽ പല പല സാധനയിലൂടെ ശുദ്ധമായിട്ടുള്ള ഒരു തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരികയാണ്, ബുദ്ധിയെയും. മനസ്സും ബുദ്ധിയും ഒക്കെ അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആ ഭാവങ്ങളെ, മനസ്സ് ചിത്തത്തിന് 5 ഭാവങ്ങളെക്കുറിച്ചൊക്കെ പറയും. ക്ഷിപ്തവും മൂഢവും, അതുപോലെ തന്നെ വിക്ഷിപ്തം, പിന്നെ ഏകാഗ്രത, നിരുദ്ധം എന്നൊക്കെ പറയുന്ന പല തലങ്ങളിലൂടെ ആണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ മനസ്സിൻ്റെ വിവിധങ്ങളായിട്ടുള്ള, അപ്പോൾ ഈ ദൃശ്യത്തിലും ദർശനത്തിലും ദൃഷ്ടാവിലും ഒക്കെ പല പല രീതിയിലൂടെയാണ് നമ്മളിതിനെ കാണുന്നത്. ഇപ്പോൾ ദൃശ്യം നമ്മൾ കാണുമ്പോൾ തന്നെ ഈ മനസ്സ് അതിന് ഓരോരോ സമയത്ത് ഓരോരോ നമ്മൾ ത്രിഗുണാത്മികയായിട്ടുള്ള സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളിലാണ് മനസ്സ് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്നത്, വാസനയിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് വരണമെങ്കിലും ഇതിൻ്റെ ആ ഭാവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. ക്ഷിപ്തം എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു ഭാവമുണ്ട്, ഒരു തലമുണ്ട്. എന്താണ്? നിരന്തരമായിട്ട് മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സദാ ഭ്രമരചഞ്ചലം. അതിങ്ങനെ ഒരു സെക്കൻഡ് പോലും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രശ്നമേ ഇല്ല. കുരങ്ങിനെ പോലെയാന്ന് പറയും. കുരങ്ങിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കുരങ്ങ് ഒരു ലേശം മദ്യം കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ, അതിൻ്റെ കൂടെ അതിനൊരു തേളും കൂടി കുത്തിക്കഴിഞ്ഞാലോ എന്തായിരിക്കും? അപ്പോൾ അത്രമാത്രം അസ്വസ്ഥമായിട്ടുള്ള ഒരു മനസ്സ് ആർക്കാണോ ഉള്ളത്, അങ്ങനെയുള്ള മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ക്ഷിപ്തം എന്ന് പറയുന്നത്. അത് തമോ ഗുണത്തിൽപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെയോ അതിൻ്റെ അടുത്ത ഒരു ഘട്ടമുണ്ട്, മൂഢം എന്ന് പറയും. മൗഢ്യഭാവം, മന്ദമായിട്ടുള്ള ഒരു മന്ദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് ബുദ്ധിക്ക് യാതൊരു തെളിച്ചം ഉണ്ടാവില്ല. ഈ വൈകല്യത്തോടു കൂടി ജനിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല, മറിച്ച് അല്ലാതെ തന്നെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനാ മൂഢത്വം, മന്ദത ഉണ്ടാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴറിയാം. ഒരു കാലത്ത് ഗുരു ഈ ഓരോ വീടുകളിലും പോയി പുളികുടി അടിയന്തരം നിർത്തലാക്കിയിട്ടുണ്ട്. പുളികുടി എന്ന് പറയുന്നത് വാളംപുളി കലക്കി ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് പുളികുടി അടിയന്തരം. ഈ വാളംപുളി മനുഷ്യൻ്റെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുന്നതാണ്. ഏതോ ബുദ്ധിയുള്ള സ്വാർത്ഥമതിയായിട്ടുള്ള ഒരുത്തൻ എന്തു ചെയ്തു? ഈ വയറ്റിൽ വെച്ച് തന്നെ ഈ കുഞ്ഞിൻ്റെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കണം എന്നുള്ള ദുഷ്ടലാക്കോടുകൂടി പ്രചരിപ്പിച്ച ഒരു സംഭവമാണ് ഈ ദൈവീകമായിട്ട് പല കാര്യങ്ങളും അങ്ങനെയാണ് പലരിലേക്ക് ഇൻജക്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രചരിച്ച ഒരു അന്ധമായിട്ടുള്ള ഒരു ആചാരമാണ് ഈ പുളികുടി അടിയന്തരം. അത് ഗുരു നിർത്തലാക്കി. അപ്പോൾ അത് നിർത്തലാക്കിയപ്പോൾ ഈ കുടി, ഷാപ്പിൽ കുടി നിർത്തി വീട്ടിൽ കുടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പോൾ ഷാപ്പിലെ കുടി മാത്രമേ നിർത്തിയുള്ളൂ, വീട്ടിൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്യം ബുദ്ധേ വൈകല്യജനകം എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുദ്ധിയെ, ഈ മനസ്സിനെ അതിന് വൈകല്യമുണ്ടാക്കുന്ന, അതിന് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ഭക്ഷണമായാലും ശരി, പാനീയങ്ങളാണെങ്കിലും ശരി, അത് മൂഢഭാവത്തെയാണ് ഉണ്ടാക്കുന്നത്. തെളിച്ചം ഉണ്ടാവില്ല, അവ്യക്തമായിട്ട് പോകും. ഇത് രണ്ടും തമോ ഗുണത്തിൽപ്പെട്ടതാണ്. അടുത്തത് കുറച്ചും കൂടി വരുമ്പോഴാണ് വിക്ഷിപ്തം. അവിടെ ഈ രജസിൽ നിന്നും തമസിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടായി സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ
മനസ്സിന് കുറച്ചും കൂടി ഒരു തെളിച്ചമുണ്ടാകും, ഒരു പരിശ്രമം. നമ്മൾ ധാരണ എന്നൊക്കെ പറയുന്ന പോലെ യോഗ ദർശനത്തിൽ, കാരണം വെളിയിലേക്ക് പോകുന്ന മനസ്സിനെ വീണ്ടും വിളിച്ചുകൊണ്ടുവന്ന് ഒരു പ്രത്യേക ഇതിൽ നമ്മൾ നിർത്താൻ നോക്കുന്നു. ആ ഒരു പ്രക്രിയയാണ്. അപ്പോൾ തമോ ഗുണവും രജോ ഗുണവും കുറഞ്ഞു വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സത്വഗുണത്തിലേക്കുള്ള ഒരു പ്രവേശനം, ആ ഒരവസ്ഥയാണ് മനസ്സിനാണ്, ചിത്തത്തിനാണ്. അടുത്തതിലേക്ക് വരുമ്പോഴാണ് ഏകാഗ്രത. അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ഇപ്പോൾ നമ്മൾ ജപിക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപാസനകളൊക്കെ ചെയ്യുമ്പോൾ, സ്തോത്രങ്ങൾ ചൊല്ലുന്നു അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ ആലപിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സ് ഏകാഗ്രപ്പെടുകയാണ്. ഒരു പ്രത്യേക ഒരു പോയിന്റിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുവരികയാണ്, ഏകാഗ്രത. കാരണം സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഏകാഗ്രത അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആണ് നിരുദ്ധം. അവിടെ മനസ്സ് പൂർണ്ണമായിട്ടും നിശ്ചലമാകുന്ന ഒരവസ്ഥ. അത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ എവിടെയാണോ മനസ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത്, അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സില്ലാതാകുന്ന ഒരേ ഒരു തലമേ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളൂ. അത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ യാതൊരു ഭേദവ്യത്യാസവുമില്ലാതെ നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഗാഠനിദ്ര, ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയും. അവിടെ മനസ്സില്ല, പൂർണ്ണമായിട്ടും മനസ്സില്ല. പക്ഷെ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സൂപ്പറായിരുന്നു, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ മനസ്സ് നമ്മളെ പറ്റിക്കുന്നതാണ്. ഈ മനസ്സ് അവിടെ ഇല്ലായിരുന്നു, ചിന്തകളൊന്നുമില്ലായിരുന്നു. ഞാൻ മനുഷ്യനാണെന്നോ, ഞാൻ ഡോക്ടറാണെന്നോ, സന്യാസിയാണെന്നോ, ഗൃഹസ്ഥനാണെന്നോ, വിദ്യാർത്ഥിയാണെന്നോ, സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ എന്നുള്ള യാതൊരു ചിന്തകളും ഇല്ലാത്ത, പൂർണ്ണമായിട്ടും മനസ്സ് നിശ്ചലമായ ഒരവസ്ഥ. അതാണ് ഈ ഗാഠനിദ്ര. നമ്മളതിന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. വില കൊടുക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഉറക്കമില്ലാതാകുന്ന സന്ദർഭങ്ങളിലാണ്. ടെൻഷൻ കൂടുമ്പോൾ ഉറക്കം വരാതിരിക്കും. ആദ്യമൊന്നും വലിയ നമ്മളിത് ചെയ്യില്ല. പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നു. അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിലേക്ക് നമ്മൾ പോകുന്നു. തിരിച്ചറിയാൻ പറ്റില്ല. 100 കാര്യങ്ങൾ ആലോചിച്ച് ഏതെല്ലാം വിഷയങ്ങളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അധികാരം വേണമെന്നുള്ളത്, അതുപോലെ ഓരോരോ ഇതിനകത്ത് നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പകലില്ലാതെ 24 മണിക്കൂറും ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏറ്റവും പവിത്രമായിട്ട് ഏതോ പുണ്യം കൊണ്ട് കിട്ടിയ മനുഷ്യജന്മം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ പായിച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതൊന്നും അവരുടെ ഇതിൽ വരുന്നേയില്ല. അപ്പോൾ ഇവിടെ ഗുരുദേവൻ അതുകൊണ്ട് പറയുന്നു, ഈ വാസന എത്ര നാളാണോ നമുക്ക് ഉള്ളത്, അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഒരേ ഒരു പോംവഴിയുള്ളൂ. ഈ ഹൃത്തിലേക്ക്, ഈ സാക്ഷിഭാവത്തിലേക്ക് മനസ്സിനെ നമ്മൾ നിരുദ്ധമാക്കണം, നമ്മൾ നിശ്ചലമാക്കി കൊണ്ടുവരണം. അതാണ് ശരിക്കുള്ള യോഗം. അല്ലാതെ തലകുത്തി നിൽക്കുന്നതല്ല, ആസനാസ് ഇത് ചെയ്യുന്നതല്ല, അതൊന്നും എന്തല്ല, ഈ യോഗമല്ല. അതെല്ലാം എന്താണ്? ശരീരത്തെ കുറച്ച് നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇതിന് രണ്ടിനെയും ഒന്നായിട്ട് കാണുന്ന ആളുകൾക്കാണ് പ്രശ്നം. ഗുരു എല്ലാത്തിനെയും അതാതിൻ്റെ തലത്തിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ
ബുദ്ധി വികലമായി പോയതുകൊണ്ട്, സങ്കുചിതമായി പോകുന്നതുകൊണ്ട്, ശരിയായ രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഒരു ഗുരുവിനെ കിട്ടാത്തതുകൊണ്ട് ഒക്കെയാണ് നമ്മളും വഴിതെറ്റി പോകുന്നു, മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വാസനയിൽ നിന്ന് നമുക്ക് ഇനിയൊരു ജന്മം ഉണ്ടാകാത്ത രീതിയിലേക്ക് പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഏതാണോ യോജിപ്പിക്കുന്നത്, ഏതൊരു സത്താണോ യോജിപ്പിക്കുന്നത്, അതാണ് യോഗം എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ യോഗദർശനം അതുകൊണ്ട് ആ തലത്തിൽ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ്വൈത ദർശനം എന്നുള്ള രീതിയിലല്ല. ദ്വൈതം എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഈ അറിവില്ലാത്ത അവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്ന് ദൈവദശകത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാക്കാനായിട്ട് ഈ മനസ്സിന് ഈ രീതിയിലുള്ള ഒരു വിശകലനത്തിലൂടെ ഇല്ലാതാക്കുകയും അതിന് പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് നമ്മുടെ ഈ മനസ്സിനെ ചേർത്ത് നിർത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. അടുത്തത് നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.